തൃശ്ശൂരിൽ DIG ഓഫീസിന്റെ മൂക്കിന് കീഴെ കവർച്ച. ഇത് എന്തോന്ന്? അവിടെ ഒരു കവർച്ച, അവിടെ ഒരു മോഷണം, ഇവിടെ ഒരു കവർച്ച. ഓഫീസിനോട് ചേർന്ന ഇരട്ടച്ചിറ ക്ഷേത്രത്തിലാണ് കവർച്ച. ക്ഷേത്രഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. ജെയ്സൺ ചമോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ് ജെയ്സൺ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെയൊക്കെ പ്രചോദനമാണോ ഈ കള്ളന്മാർക്ക് ക്ഷേത്രങ്ങളെ ലക്ഷ്യമിടാനായിട്ടൊരു പ്രേരണ നൽകുന്നത്? ഭണ്ഡാരമൊക്കെ കുത്തിത്തുറന്നെന്ന് കേട്ടു ജെയ്സൺ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഞാനിപ്പോൾ നിൽക്കുന്ന ഇരട്ടച്ചിറ ക്ഷേത്രത്തിലാണ്. തൃശ്ശൂർ നഗരത്തിലെ 2 ക്ഷേത്രങ്ങളിലാണ് കവർച്ച നടന്നിരിക്കുന്നത്. ഞാൻ ഈ നിൽക്കുന്ന ക്ഷേത്രത്തിൽ കവർച്ചാ ശ്രമമാണ്. തൊട്ടപ്പുറത്ത് മാരിയമ്മൻ കോവിൽ കവർച്ച നടന്നു. ഭണ്ഡാരെ കുത്തി തുറന്ന് കുറെ പൈസ പോയിട്ട് തിട്ടപ്പെടുത്തുകയാണ്. ഇതിന്റെ ഏറ്റവും രസകരമായ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം അരുൺകുമാർ. ഇതാ കാണുന്ന ബിൽഡിംഗ് ആണ് DIG ഓഫീസ്. DIG ഓഫീസ് കെട്ടിടമാണ് ഈ കാണുന്നത്. അതായത് ആ ഇരിക്കുന്ന സ്ഥലത്തിൽ DIG ഇരിക്കുന്നതാണ്. സ്വാഭാവികമായി DIG ഓഫീസിന്റെ മതിലാണ് ഈ കാണുന്നത്. ഈ മതിലിനോട് ചേർന്ന ഈ ക്ഷേമ സമിതി ഓഫീസുണ്ട് ഈ ക്ഷേത്രത്തിന്റെ. ഈ ക്ഷേത്രത്തിൽ കവർച്ചാ ശ്രമം നടന്നിരിക്കുന്നു. പക്ഷേ അവിടെ നിന്ന് പണമൊന്നും പോയിട്ടില്ല. രണ്ടാമത്തത്, ഇതിന് ക്ഷേത്രത്തിലെ പ്രധാന വാതിൽ പൊളിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു. ഇപ്പോൾ ക്ഷേത്രത്തിലെ ജീവനക്കാർ തന്നെ നമ്മുടെ എന്തായിരുന്നു സംഭവം? ചേട്ടാ, എന്തായിരുന്നു സംഭവം? രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയ മേൽശാന്തിയാണ് മോഷണ ശ്രമം നടന്നതായിട്ട് കണ്ടിട്ടുള്ളത്. പ്രധാന വാതിലിൻ്റെ പൊളിച്ചിട്ടുണ്ട്. ഉള്ളിലെ ശ്രീകോവിലിൻ്റെ മുന്നിലെ ഭണ്ഡാരത്തിൻ്റെ ഒരു ലോക്ക് തകർത്തിട്ടുണ്ട്. അവിടെ തകർക്കാൻ ഉപയോഗിച്ച 2 ചുറ്റിക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ കൗണ്ടറിന്റെ ഡോറ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ക്ഷേത്ര ക്ഷേമ സമിതിയുടെ ഓഫീസിന്റെ ഡോറും പൊളിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു അലമാരയും തുറന്നിട്ടായിട്ടുണ്ട്. അപ്പൊ ഈ ക്ഷേത്രത്തിനകത്ത് 3 സ്ഥലത്ത് കവർച്ച ശ്രമം നടന്നിട്ടുണ്ട്. ഈ കാണുന്നതല്ലേ DIG ഓഫീസ്? ഇതിന് തൊട്ടപ്പുറത്ത് മാരിയമ്മൻ കോവിലും കവർച്ച നടന്നതായിട്ട് രാവിലെ അറിഞ്ഞിട്ടുണ്ട്. രാവിലെ അവിടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോ ഇന്നലെ ഭണ്ഡാരം കൗണ്ടിങ് നടന്നതുകൊണ്ടാണ് പണം നഷ്ടപ്പെടാതിരുന്നിട്ടുള്ളത്. ഇന്നലെ പൈസ അവിടെ എന്റെ എടുത്തുകൊണ്ട് പൈസ പോയില്ല, നഷ്ടപ്പെട്ടു. ഇല്ലെങ്കിൽ പോകുമായിരുന്നു. അരുൺകുമാർ, ഇതിന്റെ വിചിത്രമായ ഒരു കാഴ്ച കാണിച്ചു തരാം. ഇങ്ങോട്ട് നമ്മുടെ ക്യാമറമാൻ കൊണ്ട് വന്നാൽ ഇതാ കാണുന്നത് DIG ഓഫീസാണ്. അതവിടെ ഈ വാർത്ത എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ DIG ഓഫീസിന് തൊട്ടപ്പുറത്ത് ഏകദേശം 100 മീറ്റർ അപ്പുറത്താണ് മാരിയമ്മൻ കോവിൽ. ആ മാരിയമ്മൻ കോവിലിൽ കവർച്ച നടന്നു. അവിടെ ഭണ്ഡാരം തകർത്തു. ഭണ്ഡാരത്തിൽ നിന്ന് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പണം എത്ര നഷ്ടപ്പെട്ടു എന്നത് തിട്ടപ്പെടുത്തുകയാണ്. നമുക്ക് ആ DIG ഓഫീസിന്റെ കവാടം കൂടി കാണിച്ച് അപ്പോഴാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാവുക അരുൺകുമാർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തൃശ്ശൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇങ്ങോട്ട് നോക്കിയാൽ ഈ കാണുന്നതാണ് DIG ഓഫീസ്. ഈ കാണുന്ന DIG ഓഫീസ്. ഈ DIG ഓഫീസിൻ്റെ ഇപ്പുറത്താണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. ഇവിടെ നിന്ന് മുന്നോട്ട് ഏകദേശം 100 മീറ്റർ അങ്ങോട്ട് പോയാൽ മാരിയമ്മൻ കോവിലായി. അവിടെ പണം നഷ്ടപ്പെട്ടു. ഇവിടെ ഇന്നലെ കൗണ്ട് ചെയ്തുകൊണ്ട് പണം നഷ്ടപ്പെട്ടില്ല എന്നതാണ് ഒരാശ്വാസം. ഈ CCTV ദൃശ്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. മുഖംമൂടി ധരിച്ച ഒരാളാണ് ഈ കവർച്ച നടത്തിയതെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആളെക്കുറിച്ചുള്ള ഒരു ധാരണകളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇത് ഏറ്റവും സുരക്ഷിതമായ മേഖല എന്നാണ് നാം പറയുന്നത്. ഇത് DIG ഓഫീസിൻ്റെ ബോർഡാണ്. ഇതിനപ്പുറത്താണ് ക്ഷേത്രം, ഇപ്പുറത്താണ് മറ്റൊരു ക്ഷേത്രം. അതീവ ഗുരുതരമായ ഒരു സംഗതി തന്നെയാണ്. ഇത് തൃശ്ശൂർ നഗരത്തിൽ ആളുകൾ നിരന്തരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് 2 ക്ഷേത്രങ്ങളിൽ കവർച്ച നടക്കുന്നു. ഒരു ക്ഷേത്രത്തിൽ പണം നഷ്ടപ്പെട്ടിരിക്കുന്നു, മറ്റൊരു ക്ഷേത്രത്തിൽ ഇന്നലെ കൗണ്ട് ചെയ്തുകൊണ്ട് പണം നഷ്ടപ്പെട്ടില്ല. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. എന്തായാലും അത് ജെയ്സൺ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ പോലീസുകാർക്ക് ഇച്ചിരി നാണക്കേടാവും. കാര്യം ഈ DGP ഓഫീസിന് തൊട്ടടുത്താണ്. പക്ഷേ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കള്ളന്മാർക്ക് പോലീസുകാരെ നീക്കങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ പറ്റുമല്ലോ. പോലീസുകാർക്ക് ഈ കള്ളന്മാരുടെ നീക്കം നിരീക്ഷിക്കാനുള്ള സംവിധാനം ഇല്ലല്ലോ. അപ്പോൾ ജെയ്സൺ ചമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും DGP ഓഫീസിന് തൊട്ട് താഴെ മൂക്കിന് കീഴെ മോഷണം എന്ന് പറയുന്നതിനകത്തൊരു രാഷ്ട്രീയ കൗതുകമുണ്ട് അല്ലേ?